ഒരു യാത്ര പോകുകയാണ്. നമസ്കാരം. ഇന്നലെ വ്ലോഗ് ഇട്ടില്ല, കാരണം വേറൊന്നല്ല, എന്താ പറയാ, എല്ലാത്തിനും ഒരു കാരണമുണ്ടല്ലോ. ശരിയാണ്, കാരണമുണ്ട്. എന്ന് നമ്മൾ പറയാം, നമ്മൾ ഇന്നലെ എത്ര മണിക്കാണ് ശ്രീ ഇരുന്നത്? 1 മണിക്കാ 12:30 ഉച്ചക്ക് 12:30 ഇരുന്നിട്ട് രാത്രി 2-2:30 ആയിട്ടാണ് നമ്മൾ കിടന്നത്. കാരണം നമ്മൾ ആ പ്രോഗ്രാം തീർത്തു, ഫുൾ എഡിറ്റ് ചെയ്ത് എല്ലാം അപ്ലോഡ് ചെയ്ത് എല്ലാം സെറ്റായ ഓക്കെ, ഇനി ലോഞ്ച് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ലോഞ്ച് ചെയ്യുമ്പോൾ പേയ്മെന്റ് ഗേറ്റ് വേ വർക്ക് ആവുന്നില്ല. പേയ്മെന്റ് ഗേറ്റ് വേ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് അവർക്ക് ചാറ്റ് ചെയ്തു, ലൈവ് ചാറ്റിൽ ഇരുന്നു, അവരാരും വന്നില്ല. പിന്നെ ഇമെയിൽ അയച്ചു, റെസ്പോൺസ് ഇല്ല. ഇമെയിൽ ഒരു റെസ്പോൺസ് വന്നു, നമ്മൾ വർക്കിംഗ് ആണ് ഇതില് എന്നിട്ട് പിന്നെ ഒരു റിപ്ലൈ ഇല്ല. ഇത് ഞാൻ അങ്ങോട്ട് അയച്ചു, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്, പെട്ടെന്ന് ലോഞ്ച് ആക്കണം, അതായതാ. പക്ഷെ അത് കഴിഞ്ഞിട്ട് റിപ്ലൈ ഇല്ല. ഞാൻ മിക്കവാറും ആ വെബ്സൈറ്റ് നല്ല എടുത്ത് വേറെ വെബ്സൈറ്റിലേക്ക് പോകും. ഇന്ത്യൻ വെബ്സൈറ്റ് ആട്ടാ, ഞാൻ എടുത്തു പറയട്ടെ, ഈ ഇന്ത്യൻ വെബ്സൈറ്റുകളില്ലേ കച്ചറ കേട്ടാ, സത്യസന്ധമായിട്ട് പറയട്ടെ. അമേരിക്കൻ വെബ്സൈറ്റ് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്, അതിലൊക്കെ നല്ല കിടിലൻ കസ്റ്റമർ സർവീസ് ആണെങ്കിലും അത് എല്ലാം ഭയങ്കര സ്മൂത്താണ്. ഇന്ത്യൻ വെബ്സൈറ്റിൽ അനാവശ്യമായിട്ടുള്ള കുറേ സെറ്റിങ്സും കുറേ ഓപ്ഷൻസും ഒരു ഭയങ്കര ക്ലിറ്റേഡ് ആയിട്ടുള്ള ഒരു സാധനം. ഇപ്പൊ ബാങ്കിങ് ആണെങ്കിലും ഇല്ലേ, എന്റെ അമ്മ, ഒരു ബാങ്കിന്റെ ലോഗിനൊക്കെ ചെയ്ത് അതില് പിന്ന് മറ്റേ ട്രാൻസാക്ഷൻ പിന്ന് എന്ന് പറഞ്ഞ ഒരു ലോഡ് ഉണ്ട്. നമുക്ക് ഭയങ്കര വെറുപ്പ് വരും അവരെ വെബ്സൈറ്റ് ഉപയോഗിക്കുമ്പോൾ. ഇത് പേഴ്സണൽ ഹെയ്റ്റ് ഒന്നല്ല, ഞാൻ ഉപയോഗിച്ചിട്ട് എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത് കേട്ടോ. അമേരിക്കൻ വെബ്സൈറ്റിൽ ഒരു ബാങ്കിങ് എല്ലാം തുറക്കുക, 2 ക്ലിക്ക്, പരിപാടി എല്ലാം ഒരു ഇതില്ല. അപ്പൊ ഇത് ഞാൻ ഇതെങ്ങനെ ഈ പാട്ട് പോലെ ചെറുകഥ പോലെ അങ്ങനെയാണല്ലോ. ഞാൻ കൊറേ നേരം ആലോചിക്കും. ചെറുകഥ പോലെ ക്വസ്റ്റ്യൻ മാർക്കല്ലോ എന്തില്. നമ്മളിപ്പോ പോകുന്നത് ഒരു കല്യാണം ആണ്. നമ്മളെ വീട്ടിൽ നിന്ന് 4 മണിക്കൂറുണ്ട്, ഡാലസ് ടെക്സാസിലാണ്. അപ്പം അങ്ങോട്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. രാവിലെ 6, രാത്രി 2 മണിക്ക് ഉറങ്ങിയിട്ട് രാവിലെ 6:45 എണീച്ചു. എനക്കത് വിഷയമില്ല, എനിക്കതൊരു വിഷയമാണ്. പിന്നെ എനക്ക് എന്റെ മൂഡെല്ലാം ചേഞ്ച് ആവുക, അങ്ങനത്തെ വിഷയമുണ്ട്. എനക്കത് ഒരു വിഷയമില്ല. എനിക്ക് 2:30 അല്ലെങ്കിൽ 15 മിനിറ്റ് ഉറങ്ങിയാലും ഞാൻ ഓക്കെയാണ്. 10 മിനിറ്റ് ഉറങ്ങിയിട്ട് എണീക്കും ഞാൻ. ജില്ല ഓക്കെ. ഏട്ടൻ എന്ന് പറഞ്ഞൊരു മോർണിംഗ് പേഴ്സൺ ആണ്, പക്ഷെ എനിക്ക് നൈറ്റിലാണ് അതിന്റെ പവർ പുറത്തിറക്കാൻ പറ്റും. അതായത് എഡിറ്റിംഗും എല്ലാം എനിക്ക് നൈറ്റിലാണ് ഞാൻ ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ട്, എന്താ പറയല്, എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് സമയം നൈറ്റാണ്. ഏട്ടൻ മോർണിംഗ് ആണ്. ഞാൻ ജില്ലായിട്ട് നിൽക്കും. ഞാൻ രാത്രി നിൽക്കും, അങ്ങനെയല്ല, പക്ഷെ മോർണിംഗിലാണ് ഞാൻ കൂടുതൽ ഫങ്ഷൻ ചെയ്യാം. അപ്പം അതുകൊണ്ടാണ് ഇന്നലെ വ്ലോഗ് ഇട്ടില്ലായിരുന്നത്. ഇനി അങ്ങോട്ടൊരു കാര്യം പറയാം. ഇനി ഇങ്ങനത്തെ ടൈറ്റ് ഷെഡ്യൂളുകൾ വരുമ്പം നമുക്ക് എന്തെങ്കിലും പ്രയോറിറ്റി തീർക്കാൻ ഉണ്ടാവുന്ന ദിവസങ്ങളിൽ വ്ലോഗ് ഉണ്ടാവില്ല. അത് വേറൊന്നല്ല, വ്ലോഗും കൂടി എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു പ്രയോറിറ്റി നീണ്ടു പോയിട്ട് ഒന്നും ഫിനിഷ് ആവാത്ത, ഒന്നും എവിടെ എത്താത്ത പോലെയാവും. അതുകൊണ്ട് ആ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 1-2 ദിവസം നമ്മൾ വ്ലോഗ് പോസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് തീർത്തിട്ട് നമ്മൾ തിരിച്ചു വരും. അതാകുമ്പോൾ നമുക്ക് അത് തീർന്നു എന്നുള്ളൊരു സമാധാനമുണ്ട്. ബാക്കി വ്ലോഗിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. അങ്ങനത്തെ ഒരു സെറ്റപ്പിലായി കഴിഞ്ഞാൽ അങ്ങോട്ടെ. എന്ന് വെച്ചാൽ ഡെയിലി വ്ലോഗ് മറ്റേ എന്താ പറയാ, വ്ലോഗ് നിർത്തുമോ അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല. നമ്മൾ പണ്ടൊരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 1.5 വർഷമല്ലേ. അങ്ങനത്തെ ഒരു ഗ്യാപ്പ് അതൊരു ഹെവി ഗ്യാപ്പായിരുന്നു. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വെബ്സൈറ്റ് തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇത് ഫേക്കായിട്ട് തോന്നുമ്പം ഞാൻ ഈ പരിപാടി നിർത്തും. ഞാൻ എന്നെ തന്നെ ഫേക്കായിട്ട് ഇങ്ങനെ ചെയ്യുവാന്ന് എനിക്കൊരു സെൻസ് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് നിർത്തിയിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ തിരിച്ചു വരുന്നത്. ഞാൻ പണ്ടാര ബ്രേക്ക് ആയി പോയത്, ഒടുക്കത്തെ ഒരു ബ്രേക്ക് ആയി പോയത്. അത് ആ ഡെയിലി വ്ലോഗില്ലേ 165 ദിവസം ഞാൻ ചെയ്തു, എഡിറ്റും ചെയ്ത് മറ്റേ പരിപാടി എല്ലാം ചെയ്തില്ലേ. പക്ഷെ അന്നേരം ഇടയ്ക്കുള്ള സരുവായിട്ടല്ലേ എഡിറ്റ് ചെയ്ത്. ഇടയ്ക്ക് നാട്ടിൽ നിന്നുണ്ടാകുമ്പോൾ സരുവായിട്ടാണ് ചെയ്തത്. നാട്ടിൽ പിന്നെ എഡിറ്റ് ചെയ്യാൻ സമയം ഉണ്ടല്ലോ, അങ്ങോട്ട് യാത്രയല്ലേ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇത്രയും ആ ഒരു 167 ദിവസം ഞാൻ ചെയ്തിട്ട് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. ആ ഒരു ഇതോടെ എഡിറ്റിങ്ങിനോട് വെറുതെ പോയത്. അതിന്റെ വേണ്ടി ഞാൻ എഡിറ്റ് ചെയ്തു. എനിക്ക് വീണ്ടും മടുത്ത്, എനിക്ക് എഡിറ്റിംഗ് പരിപാടി എനിക്ക് തീരെ പറ്റില്ല. എനിക്ക് അതിനൊന്നും ക്ഷമയില്ല, എനിക്ക് ചില കാര്യത്തിനൊന്നും ക്ഷമയില്ല. അതാണ്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ ഇപ്പൊ ഞാൻ ഫേക്ക് ആവാൻ തുടങ്ങും. ഇനി അങ്ങോട്ട് കണ്ടന്റുകൾ ഇട്ടാൽ അതുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തു, ഫുള്ളൊന്ന് ക്ലിയർ ആക്കി. വ്ലോഗിങ് എന്ന് പറഞ്ഞ സംഭവം എനിക്ക് മിസ് ചെയ്യാൻ തുടങ്ങി. അന്നേരമാണ് ഞാൻ തിരിച്ചു വന്നത്. ഇപ്പം നല്ല കൂളായിട്ട് സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഇപ്പം ഭയങ്കര ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പിലായിരിക്കും ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ.
അപ്പൊ നമുക്ക് ഗ്യാസ് അടിക്കണം പോകുന്നതിന് വേണ്ടി. നമുക്ക് ഇവിടുന്ന് എത്ര മൈൽ ഉണ്ട് അറിയാം? 210 മൈല് സ്ട്രെയിറ്റ് ആണ്. അപ്പൊ അതിന് വേണ്ടി നമുക്ക് ഗ്യാസ് അടിച്ചിട്ട് ഈ പിന്നെ മറ്റേ എയറില്ലേ, എയർ ഒന്ന് നിറച്ചിട്ട് വെക്കാം. നമുക്കെല്ലാം പേടിയാവും വണ്ടി ഓടിക്കുമ്പോൾ. നമുക്ക് ഇതെല്ലാം കാണുമ്പോൾ, ഈ സൈനെല്ലാം കാണുമ്പോൾ അയ്യോ എന്നാവും. അതുകൊണ്ട് ഇത് ഫുള്ള് ഇത് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് യാത്രയാവാം. അവിടെ തന്നെ എനർജി ഡ്രിങ്ക് വാങ്ങാം അല്ലേ? ജില്ലാവൻ. Yesterday was a history. Tomorrow is mystery. Today is a gift. That's why it's called present. എന്റെ മോനെ അത് പൊളി സാധനമാണ് അല്ലേ? അപ്പൊ നമുക്ക് ഗ്യാസ് അടിക്കുമ്പോ കാണാം. എനിക്ക് വൈബ് അല്ലേ പറ്റും. മറ്റേ മുഞ്ഞാന്ന്. ഓക്കെ ഗൈസ്, എന്താ പറയാല്, ഔട്ട്ഫിറ്റ് ചെക്ക് ഇടാലോ, ഡെയിലി ഔട്ട്ഫിറ്റ് ചെക്ക്. ഇതാണോ ബെറ്റർ? അടുന്ന് പിടിക്കണം ആ. ഗ്യാസ് അടിക്കുന്നുണ്ട്. ഗെയ്സ് എന്ന് വിളിച്ച ഇപ്പൊ കുറച്ച് കൂടുതലുണ്ടാവും സീക്രട്ട് ആയിട്ടുള്ള. ഇല്ല, നമ്മളെ വൈബ്സ് ഓൺ പിള്ളേർ ആ പരിപാടിക്ക് പോകില്ല. അതില്ല അല്ലേ? ഹെയ്റ്റ് ചെയ്യാൻ വരുന്നവരോ അവര് കുറച്ച് ഗേ ആണെന്ന് തോന്നുന്നു. നമുക്ക് ഇതെടുക്കാം. എന്താ വേണ്ട? ഒന്നും വേണ്ട, വേണ്ട. എനർജി ഡ്രിങ്ക് വേണ്ട. എനിക്കൊന്നും വേണ്ട. ബൂസ്റ്റ് ആവാ? ഇല്ല, എനിക്ക് അതൊന്നും വേണ്ട ബൂസ്റ്റ് ആവാൻ. ഈ ലിപ്പ് മാറ്റണം ഗൈസ്. പല്ല് പോയിട്ടില്ല, അത് നമ്മൾ സൂൺ മാറ്റുന്നതായിരിക്കും. ഇല്ല, മാറ്റുന്നതായിരിക്കും പറയുമ്പോൾ അവർക്ക് ദേഷ്യം വരുന്നുണ്ട്. കണ്ടോ, മാറ്റണ്ടേ? എപ്പോഴും മാറ്റൂലേ? അല്ല, മാറ്റാം, സമയം കിട്ടുമ്പോൾ മാറ്റാം. അന്നേരം കണ്ടാൽ മതി. ഓ ശരി. അതാ കസ്റ്റം ഡൊമൈൻ ആക്ടിവേഷൻ സക്സസ്ഫുൾ. യെസ്, ലേഡീസ് ഫസ്റ്റ്. വൈബ്സ് ഓൺ അക്കാഡമി. എനർജി ഡ്രിങ്ക് ആൽക്കഹോൾ ഞാൻ അങ്ങനെ എനർജി ഡ്രിങ്കുകൾ കുടിക്കാറില്ല. എനിക്ക് ബിയർ വാങ്ങി തരുമോ? ബീർ വേണം എനിക്ക്. എന്നാണ് വേണ്ടത്? കുറെ നേരമായി. എനിക്ക് എനർജി ഡ്രിങ്ക് എനിക്ക് വേണ്ട. എനിക്ക് ഈ ചെറിയ പ്രായത്തിലൊന്നും എനർജി ഡ്രിങ്ക് ശരിക്കും കുടിക്കാൻ പാടില്ല. ശരിക്കും അലമ്പാന്നത്. അല്ല അല്ല, മോശമാണ്. അപ്പൊ നമുക്ക് വേണ്ട അല്ലേ? സേ നോ ടു ഡ്രഗ്സ് അല്ലേ? ഡ്രഗ്സ് അല്ല, കോക്കനട്ടിന്റെ വെള്ളം വേണം. എനർജി ഡ്രിങ്ക് എല്ലാം മോശമാണ് ഗൈസ്. നിങ്ങൾ റെഡ് ബുള്ളും മോൺസ്റ്ററൊക്കെ കുടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പ്രായമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ബോഡി ഇപ്പോൾ എനർജൈസ്ഡ് ആയി നിൽക്കുന്ന സമയമാണ്. ശരി, നല്ല പ്രായമില്ലാതെ എനർജി ഡ്രിങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തോ, എനിക്ക് ഞാൻ പറയാനേ എനിക്ക് പറ്റൂ. അതല്ല, ലോങ് ഡ്രൈവ് ആയിട്ടൊന്ന് ഓണായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. വേണം. മൊത്തം കണ്ണ് മിന്നാണ്ട് എത്തുവാണ് വരെ. ഇങ്ങനെ കല്യാണത്തിലും പറ്റില്ല. അയ്യോ, കിൻഡർ ജോയ് പോക്കറ്റിലിട്ടാലോ? ഇവിടെ കിൻഡർ ജോയ് ഉണ്ടോ? അമേരിക്കയിലെ കിൻഡർ ജോയ് ഉണ്ടോ? ഏട്ടൻ മുട്ടായി എടുത്തു, എനിക്ക് കളിപ്പാട്ടം വേണം. എന്ത് പൊട്ടന്റെ കളിയാ നീ കളിക്കുന്നതാ? ഒന്നും വേണ്ട. ഇതാണ് ഞാൻ ജോലി സ്ഥലത്ത് കഴിക്കുന്ന പ്രോട്ടീൻ ബാർ. ഒന്നും വേണ്ടല്ലോ. ഒന്നും വേണ്ട, ജനുവലി വേണ്ട. ഞാൻ എന്തെല്ലോ കഴിച്ചിട്ടല്ലേ ഇറങ്ങിയത്. ഇത് വേണോ ഡിറ്റർജന്റ്? കുടിക്കാനാ? അല്ല, വണ്ടി കൊയ്ക്കാൻ. അയ്യോ ഏട്ടാ, ഗമ്മ് വേണോ? ഗമ്മ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കേറിയിട്ട് ഞാൻ ആ എനർജി ഡ്രിങ്ക് എടുക്കാൻ വേണ്ടിട്ടാണ് ഒരു സംഭവം കാണിക്കാണ്ട് ഗായ്സ്. ഇപ്പൊ സാധനം കാണിച്ചു മനസ്സിലോ എണ്ണ വെച്ചിട്ട് എന്താണത്? എന്തെല്ലോ കളിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളത്. നമ്മളെ കാണൂല ഗൈസ്, ടിൻഡ് അടിച്ചോണ്ട് എന്തെല്ലോ ഞെക്കിട്ട് ഇപ്പൊ ദേഷ്യം വരൂതാ. കാണൂല. അതാ 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 കണ്ടു നോക്കട്ടെ. ദേഷ്യം വന്നില്ല ഇപ്പം കുറച്ച്. ഈ സ്റ്റിയറിംഗ് ഇങ്ങനെയാണല്ലോ ഓടിക്കല്. ടയർ അപ്പൊ ഗൈസ് വണ്ടി 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 ഗൈസ്, നിങ്ങളിപ്പം ടൈറ്റിലിപ്പം മാറിയേ. എന്റെ ഗ്ലാസിന്റെ റിഫ്ലക്ഷൻ പ്ലസ് ഈ ഗ്ലാസിന്റെ റിഫ്ലക്ഷൻ പ്ലസ് ടിൻഡ് അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. എനിക്കൊന്നും അറിയണ്ട.
ഗായ്സ് ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. അതാ അയ്യോ അത് ഞാൻ അയ്യോ ഗായ്സ് ഇതാ നമ്മളെ ബാക്കത്തെ വണ്ടി കണ്ടാ കിഡിലൻ BMW ഫ്രണ്ടിൽ പോകുന്ന വണ്ടി കേട്ടാ. 2 വണ്ടി ഇതാ. അതിന്റെ നമ്പർ പ്ലേറ്റ് ഉണ്ടോ? ഒന്ന് എസ്ക്ലേഡ് നമ്പർ പ്ലേറ്റ് ഉണ്ടോ? ഇതാ സൈഡിലൊരു G വാഗൻ. ഇപ്പൊ G വാഗൻ അങ്ങോട്ട് പോയി. G550 നൈസ് സാധനം. എന്താല്ലേ G വാഗൻ ഒന്ന് ഇപ്പൊ അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയാ? ഞാൻ വേറെ ഒരു GTR കണ്ടിട്ട് നേരത്തെ. അത് മാത്രല്ല അതിന്റെ റാപ്പ് ഉണ്ട്. കിഡിലെ മാറ്റ് ഫിനിഷ് റാപ്പ്. അങ്ങനത്തെ റാപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കിഡിലെ പിന്നെ ഒരു പ്രീമിയം ഫിനിഷ്, ഒരു റിച്ച് ലുക്ക് അല്ലേ? റിച്ച് ലുക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളെ പാക്കേജിംഗ് ഇല്ലേ ബോക്സിന്റെ പുറത്തില്ലേ, നൈസ് ഫിനിഷ് ആണ്. നൈസ് ഫിനിഷ് ചെയ്യാൻ തന്നെ അതുകൊണ്ടാക്കി. ഒരു സാറ്റിൻ ടൈപ്പ് മാറ്റ് ക്ലീൻ അല്ലേ? അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി 19 മിനിറ്റും കൂടി ഉള്ളൂ. 19 മിനിറ്റിൽ നമ്മളവിടെ എത്തും. എന്റെ ഡ്രീം ഒരു SUV ഫാമിലി വണ്ടി എന്ന് പറയാനല്ലേ എസ്ക്ലേഡ് ആയിരിക്കും. നൈസ് ആയിരിക്കും. ഒന്നിക്കും അത് അല്ലെങ്കിൽ പിന്നെ റോൾസ് റോയ്സിന്റെ തന്നെ കുളിനൻ ഇല്ലേ ആ വലുത്. റോൾസ് റോയ്സിന്റെ വലിയ നിനക്ക് ഇഷ്ടമില്ല? അത് കുഴപ്പമില്ല, മീൻസ് നൈസ് ആണ് എനിക്ക്. പക്ഷെ അത് നൈസ് ഇല്ലേ? റേഞ്ച് റോവർ ഇഷ്ടാ? റേഞ്ച് റോവർ നൈസാ ബ്ലാക്ക്. ഗൈസ് നിങ്ങളെ വണ്ടി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡ്രീം ഗാരേജ് താഴെ കമന്റ് ആയിട്ട്. അതായത് ഏതൊക്കെ വണ്ടി വേണം? അതെ, എനിക്ക് വേണ്ടത് ആഗ്രഹം എന്ന് വെച്ചാല് ഒരു സ്പോർട്സ് വണ്ടി, ഒരു SUV, ഒരു ബൈക്ക്, പിന്നെ സ്പോർട്സ് വണ്ടി എന്ന് വെച്ചാൽ ഹൈപ്പർ കാറ്, പിന്നെ ഒരു ഡെയിലി ഡ്രൈവർ. അതാണ് എനിക്ക് വേണ്ട ഒരു ആഗ്രഹമുള്ളത്. കൂടാം കുറയാം സാഹചര്യം അനുസരിച്ച് നമ്മള് ഇപ്പൊ താഴെ കമന്റ് മൊത്തം ലിസ്റ്റ് വരും. നമ്മളിപ്പോ ടെക്നിക്കലി ഡാലസ് എത്തിയട്ടാ. ഡാലസ് ഫോർട്ട് വർത്ത് ഡാലസ് കഴിഞ്ഞു. നമ്മളെ വീട്ടിൽ നിന്ന് കൃത്യം പറയുകയാണെങ്കിൽ 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഡാലസിലേക്ക്. M5 ഇതാ പോകുന്ന ഒരു ലെക്സസ് പൊളിയാ. IS 350 നല്ല വണ്ടിയാ ലെക്സസ്. ലെക്സസ് നൈസാണ്. ലെക്സസിന്റെ ഒരു സാധനമുണ്ട് ISF എന്ന് പറഞ്ഞ ഒരു 2013 മോഡല് V8 എഞ്ചിൻ കിഡിലെ സാധനം. അതിന് യൂസ്ഡ് വാങ്ങാനുണ്ട് ഒരു 50,000. ഏതാ ലുക്കാണ് കിഡിലെ സാധനം ഗൈസ്. നിങ്ങൾക്ക് എസ്ക്ലേഡ് ഇഷ്ടമുള്ളവരാണോ പറ? ഫുൾ ബ്ലാക്ക് അല്ലേ? ഒരു നീറ്റ് ലുക്ക്, നീറ്റ് ക്ലീൻ. മറ്റേ കളർ ചലഞ്ചർ എന്താ മോനെ ചലഞ്ചർ പിന്നെ ഓക്കെ കണ്ട് ഇതായതാ. പോർഷൊക്കെ നേരി വണ്ടിയാ. ഫ്രണ്ടിൽ ഇതാ ഇവിടെ മൊത്തം നൈസ് വണ്ടികളാണല്ലോ. അതാ പോകുന്നത് BMW. അല്ല ഇത് SL550. ഇത് SL550 ഉണ്ടാവും. ഇഷ്ടം പോലെ വണ്ടികൾ കൊറേ ഉണ്ടാവും. ഇനി ഞാൻ കിടിലം വണ്ടികളോ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തിരിച്ചു വരാൻ കഴിയും. ഹോസ്റ്റലിൽ പോകുമ്പോ ഒരു റോൾസ് റോയ്സ് ഉണ്ടല്ലേ ഓർമ്മയിലേക്ക്? ആ ബ്ലാക്ക് സാധനം അല്ലേ ഒരു ഡ്രീം സാധനം. ചെങ്ങായി അത് കാണുമ്പില്ലേ എനിക്ക് ഒരു വണ്ടി കാണുമ്പോ അത് ഓക്കെ നല്ല വണ്ടികളാണ്, പക്ഷെ എനിക്കൊന്നും തോന്നില്ല. ഇടയ്ക്ക് അങ്ങനെയാണ് ഈ പോർഷ് 911 GT3 RS എല്ലാം കാണുമ്പോലെ രോമാഞ്ചം വരും. നമുക്ക് ഡ്രീം വണ്ടികളാകുമ്പോലെ ആ റോൾസ് റോയ്സിന്റെ ആ ഒരു സാധനം കാണുമ്പോ ഒരു സാധനം കേറും. നൈസ് അല്ലേ? അടിപൊളിയാ. അപ്പോൾ നമ്മൾ കല്യാണ സ്ഥലത്തെത്തി. ചെറുക്കനെയും വീട്ടുകാരെയും കണ്ടു, ഹാപ്പിയായി. ഷെയ്ക്കാൻ്റെ കൊടുത്തു, ഫോട്ടോ എടുത്തു. സ്ഥിരം പരിപാടി. സോഡ കുടിക്കുന്നു. നമ്മളെ പൂക്കി പ്രീമിയം. ഇത് പക്ഷെ കുറച്ച് വെറൈറ്റി ആണ്, നാടൻ സ്റ്റൈലിലാണ്. ലുക്കിന് വേണ്ടി വെച്ചാ അതാ അങ്ങനത്തെ ഒരു ഇപ്പൊ റിഷോണന്റെ പോലത്തെ സ്റ്റൈൽ ആവണം. മോതിരം ക്ലോക്ക് ആയിട്ട് ഇടുന്നത്. അതെ, ഇയറിംഗ്സിലെ എയർപോർട്ട് അല്ല നമ്മളെ കൂട്ടത്തില് പുതിയ ഗാഡ്ജറ്റ്സ് ഇറക്കുന്ന ഇവനാണ്. ഇത് എങ്ങനെയുണ്ട് ഇതിന്റെ റേറ്റിംഗ്? ഓണസ്റ്റ് റിവ്യൂ പറ. ഇപ്പൊ കണ്ട എല്ലാരും എന്നാ ഇപ്പൊ സമയം പറ. സമയത്ത് 12 മണി. ഫോൺ നോക്കണം. 12 മണി. അതെന്താ തെറ്റാ? അല്ല കറക്റ്റ് ഞാൻ പറഞ്ഞു. 12 കറക്റ്റാ. നീ മറ്റേ സൂര്യൻ നോക്കി പറയില്ല.
12:10 ഗൈസ്. അപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ട്, കുറെ ആൾക്കാരെ എനിക്കറിയാം, കുറെ ആൾക്കാരൊക്കെ അറിയില്ല. നല്ല വെയിലുണ്ട്. ഫുൾ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് നല്ല വെയിലുണ്ട് കേട്ടോ. ഉള്ളിൽ പരിപാടിയൊക്കെ കഴിഞ്ഞു, അവർ ടേബിളൊക്കെ മാറ്റിയിടുന്നുണ്ട്. ഗോൾഡ് ഫിഷ് ഉണ്ടോ? പിന്നെ അത് കണ്ടിട്ടുണ്ട്. ഗോൾഡ് ഫിഷ് ഗോൾഡ് ഫിഷ് മറ്റേ ഫ്ലൈറ്റ് കൊടുക്കാൻ നിന്നായിരുന്നു. അതാ കൊല്ലാനാ ചത്തുപോയി പണ്ടുണ്ടായിരുന്നു. പിള്ളേരോട് ആനേനെ വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റേ വീട് ഇങ്ങനെ ആക്കിയല്ല. അല്ലല്ല, ആനേനെ വരക്കാൻ പറയും. എന്നിട്ടില്ലേ ആനേന്റെ 2 ഇത് മാത്രം വരച്ചില്ലേ, വലിയൊരു മതില് വരക്കും അതിന്റെ ഫ്രണ്ട്. അതിന്റെ അപ്പുറം ആനാന്ന്. വേറൊരു സംഭവം ഉണ്ട്. ഇങ്ങനെ 100 വട്ടം ആക്കിയാൽ ദൈവത്തിനെ കാണും. അതെനിക്ക് പൊട്ടിയല്ലേടാ. നിന്റെ പൊട്ടിയുണ്ട്. പണ്ട് അവിടെ ശരിക്കും കാണാൻ പറ്റാ. വരച്ചു നോക്കി. നിങ്ങൾ എത്ര മണിക്ക് എത്തിയ? നമ്മൾ 1/2 മണിക്കൂർ ഗ്യാപ്പിലാണ് എത്തിയത്. ഇവര് ടെസ്റ്റിലെല്ലാം ചാർജ് ചെയ്ത് 1.5 മണിക്കൂർ മുന്നേ ഇവര് വിട്ടു. അതെ, അതാണ്. ഇവര് പക്ഷെ ഫുഡൊക്കെ കഴിച്ചിട്ടില്ല അന്നേ. ഫുഡ് കഴിച്ചത് ഗ്യാസ് സ്റ്റേഷൻ അന്നേരം അവിടെ ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടില്ല അന്നേ. ചാർജ് അത്ര പെട്ടെന്ന് കഴിഞ്ഞു. ചാർജ് 15 കൊണ്ട് പെട്ടെന്ന്. പിന്നെ എങ്ങനെ 1.5 മണിക്കൂർ ഗ്യാപ്പ് വന്നേ? ഞാൻ 7:30 വീട്ടുണ്ടാവും. പിന്നെ ഇവൻ മുണ്ട കൊടുക്കാൻ ഗ്യാസ് സ്റ്റേഷൻ നിർത്തി. ഫുള്ള് സെറ്റപ്പാണ്. പക്ഷെ ആവശ്യമില്ല. നീ ഉണ്ടായില്ലേ പ്രശ്നം ഇവനല്ല മിസ്സിംഗ് ആയത്. ഞാൻ നീ ഉണ്ടായില്ല? ഇല്ല നീ ഉണ്ടായില്ല. എൻഗേജ്മെന്റും എൻഗേജ്മെന്റ് ഇതിനേക്കാൾ വീഡിയോ ഒക്കെ എടുത്ത് കണ്ടോ അറിയാം. അല്ല, ഞാൻ പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞില്ല. കയ്യിന്ന് പോയല്ലേ. പക്ഷെ കല്യാണില്ലേ അതിന്റെ ഇരട്ടിയായിരുന്നു. നമ്മളെല്ലാം എൻജോയ് ചെയ്ത് ഇംഗ്ലീഷ് പാട്ടൊക്കെ ലെഫ്റ്റ് റൈറ്റ് കഴിച്ചാൽ എല്ലാവരും കല്യാണത്തിന് വന്ന് ഇങ്ങനെ ഭയങ്കര സ്റ്റാൻഡേർഡൊക്കെ ആയിട്ട് അധികം ഡാൻസ് ഒന്നും കളിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പ്. നമ്മളവിടെ പോയി കുറച്ച് ഓണായി, ഫുൾ ഓണാക്കി. പ്രത്യേകിച്ച് അജയ് പറന്ന് അത് ഒരു കസേരന്ന് മറ്റേ കസേരയൊക്കെ പാടി. നമ്മൾ നോക്കുമ്പോൾ അജയ് പോകും. അവൻ ഓണാക്കി പാട്ട് വെച്ചല്ലോ, ഹിന്ദി പാട്ടൊക്കെ വെച്ചല്ലോ. അപ്പുറം കസറിന്റെ മുകളിലല്ലേ ഡാൻസ് മോനെ. പക്ഷെ എല്ലാവരും എൻജോയ് ചെയ്തോട്ടാ. പിന്നെ അമേരിക്കൻ നമ്മളൊപ്പം ഒന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി. അധികം സ്റ്റാൻഡേർഡ് ഒന്നും വേണ്ട. കിഡിലായിരുന്നു. കുടിക്ക് വണ്ടാരൻ. ഞാൻ വെറുതെ ഒരു ഇങ്ങനെ എടുക്കണല്ലോ. സദ്യ എവിടെയാ? അതിനുള്ള സദ്യല്ല, ബിരിയാണി. ഷീറ്റ് അതെ. എന്താ കഴിക്കാനാ മൂഡ്? പിസ്സ, ബിരിയാണി, ഫ്രൈഡ് റൈസിന് ചില്ലി ചിക്കനും. നൈസ് മൂഡ്. അതെല്ലാം പൊട്ടി പാണ്ട. നല്ല ബാക്ക്ഗ്രൗണ്ട്. എന്നാൽ നീ മീനിന്റെ എന്നെ പറ്റിച്ചില്ലേ? ചത്തുപോയി. ഞാൻ സാധനം കാണിച്ചത്. അതായത് ഇന്ന് മറ്റേ ശ്രീ കല്യാണ ചെക്കൻ. അതാ ഞാനിപ്പോ പറയാ പോയെ. ഈ വീഡിയോ ക്ലിക്ക് ബൈറ്റ് അല്ല. ക്ലിക്ക് ബൈറ്റ് അല്ല ആക്ച്വലി. ചെക്കൻ്റെ പേര് ശ്രീരാഗ് എന്നാണ്. അപ്പൊ ശ്രീരാഗ് ഗെറ്റിംഗ് മാരീഡ് അല്ലേ? ശ്രീരാഗ് അതെ. ഷീണട്ട് അങ്ങനെ കറക്റ്റല്ലേ? ഇവന്റെ കല്യാണം ഉണ്ടാവും. അയ്യോ അങ്ങനെ പറയില്ല. ഒന്നും സെറ്റായില്ല. ഒന്നൊക്കെ സെറ്റാവും കേട്ടോ. നമ്മക്ക് ഉണ്ടാവും പേടി അല്ലേ? ഒരു 2, 3, 4 കൊല്ലം അല്ലേ? 4 കൊല്ലം കൂടുതലല്ലേ? 3, 2.5 കൊല്ലം. അതൊക്കെ എന്ത് ബ്രോ ഇങ്ങനെ പോകും. അപ്പത്തേക്ക് എനിക്ക് എത്ര വയസ്സാ പറയാ? 2.5 കൊല്ലം എന്ന് പറയുമ്പോ എനിക്ക് 21 എന്നാ പറയുന്നത് 18 എനിക്കായിട്ട്. 2.5 കൊല്ലം 2.5 കൊല്ലം എന്ന് പറഞ്ഞാൽ 20 ഓ ഓക്കെ. 21 അടുത്താവല്ലേ? അതാണ് ഞാൻ ലീഗിലാവും. പുറത്തെല്ലാം പോവാ, എനിക്ക് ക്ലബിലെല്ലാം പോവാം. അച്ഛൻ എവിടെ? അച്ഛൻ
എൻ്റെ അച്ഛൻ ഓ അച്ഛൻ ജോലിക്ക് പോയിട്ടല്ലോ. ശരി എന്നാ ഗൈസ്, അവിടെ മസ്താങ്ങിൻ്റെ SUV ഉണ്ട്, പിന്നെ ബീമറുണ്ട്. ബീമർ മീൻസ് BMW. എനിക്ക് സോറി ഗൈസ്, ഞാനൊരു കാർ ഗൈ അല്ലാത്തോണ്ട്. പിന്നെ ടെസ്ലയുണ്ട്. അയ്യേ ആയിരിക്കും അപ്പുറത്ത് അവർക്ക് പ്രൈവറ്റ് പാർക്കിംഗ് മീൻസ് അതുകൊണ്ട് അല്ല VIP VIP. ഹലോ ഹലോ ആള് നാട്ടിൽ നിന്ന് ഇടം വരെ വന്നു സിനിമ ഇത്. ഞാൻ വിളിച്ചു, ഞാൻ ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ വന്നേ ഉള്ളു. കൊറേ തിരക്കാണ്, ആൾക്കാരെല്ലാം ഫോട്ടോ എല്ലാം എടുക്കാൻ പോകുന്നുണ്ട്. ജോർജാണ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഓ ഓ ഓ പക്ഷെ ഫ്രണ്ട് പോയിടാ. ആ പോയി ഫ്രണ്ട് ജോൺസാണ്. ഗൈസ് ഇതിന്റെ ഒരു സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ട്, എന്റെ ഇൻസ്റ്റഗ്രാമിൽ പോയി ചെക്കൗട്ട് ചെയ്താൽ കാണാൻ പറ്റും. നൈസായിട്ട് അതിന്റെ ഞാൻ പപ്പടം ചിക്കൻ പേടിച്ച് ഓടിയതാ. പുള്ളിനെ പേടിപ്പിച്ചു പാട്ടുകാരനാണ് പെസോപ്ലുമ. മറ്റേ സ്പാനിഷ് പാട്ടുകാരൻ. ഓക്കെ, നമ്മള് ഡാലസിന് തിരിച്ചു പോകുന്നു ഗൈസ്. വിശ്വസിച്ചില്ല ഞാനിപ്പോ പറഞ്ഞത്? ശരിക്കും പാട്ടുകാരനാ. അതെയാ, വിശ്വസിക്കണം. നമുക്കറിയില്ല ഒരു കിട്ടുന്ന സാധനമുണ്ട്. ഓക്കെ കുടിച്ചോ, കാര്യമില്ല, നിങ്ങൾക്ക് വേണം. എനിക്ക് താല്പര്യമില്ല. ഒരു ഡെത്ത് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ബ്രോ അതിപ്പോ ഇല്ലേ? ഡെത്താ ഏടി കാണുന്നില്ല ഇപ്പം. അതായത് ഇതിന്റെ തന്നെ സ്റ്റാർബക്സിന്റെ ഡെത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. ഞാനും പ്രസാദനും പിന്നെ ജോലിക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ട്രൈ ചെയ്തു. ഡോഡിയേട്ടൻ ട്രൈ ചെയ്യിപ്പിക്കാൻ നമുക്ക് കൊണ്ടു തന്നു. ബ്രോ കിട്ടും. ഓണ കണ്ണെല്ലാം ഇങ്ങനെ എനിക്ക് ചെറുങ്ങനെ ഉറക്കം വരുന്നുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ ഡേഞ്ചറാണ്. അതെയാ, അപ്പൊ എനിക്ക് ഉറക്കം കളയാൻ റെഡ് ബുള്ള് രാവിലെ എടുത്ത് തിരിച്ചു വെച്ച സാധനം എടുത്താലോ? പെട്ടെന്ന് എടുക്കും എന്തെങ്കിലും. മത്തക്കൻ എടുക്കാം. മത്തക്ക അവര് പറയില്ല. തന്നി മത്തൻ എനക്കല്ല പെണ്ണിട്ട് അതല്ല ഞാൻ ഡ്രിഫ്റ്റ് ചെയ്തു. എന്റെ ഉള്ളിൽ ഞാൻ ഡ്രിഫ്റ്റ് ചെയ്യും. നീയാ വേറെ കിടന്ന മുട്ടായി ഉണ്ട് ഇടാ. കാണിച്ചതേ ഇപ്പൊ എന്റെ കണ്ണുപെടും ഇത്. രാമ 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 ഇതിന്റെ തന്നെ പക്ഷെ വേറെ. ഓ അതിനോ ആയിട്ടാ കിടുന്ന സാധനം അത് ഇടില്ല. കൈൻഡർ നമുക്ക് നമ്മളെന്താ എടുക്കുക? ഇത് എടുത്താൽ എണ്ണം തിന്നുവാ? വേണ്ട, എനിക്ക് ഓഫ് എന്റെ മുട്ട ഫുൾ പ്രോട്ടീൻ ഐറ്റം. നീ ഷുഗർ കട്ട് എന്തോ ചെയ്യുന്നുണ്ട്? ഇടക്കേ ഇല്ലോ അത്. അത് ഇടയ്ക്ക് ഇങ്ങനെ ഷുഗർ കട്ട് ഭയങ്കരമായിട്ട് കട്ട് ചെയ്തു. പക്ഷെ അത് എടുക്കുന്നു. ഏട്ടനെ ഒന്ന് എടുത്തോ, ഞാൻ വേറെ എടുക്കാം. എന്നാ അത് രണ്ടെണ്ണം എടുത്തോ. എന്നാ ഒരു കിറ്റ്കാറ്റും അതൊന്നും എടുക്കാം. അത് രണ്ടെണ്ണം എടുത്തോ, ഒരു കിറ്റ്കാറ്റും എടുക്കാം. അത് കുഴപ്പമില്ല, നല്ല തന്നെ. വേണ്ട, ദുബായ് ചോക്ലേറ്റ് അല്ലേ? അവരൊന്നും പറയുന്നില്ലല്ലോ. ഓ അപ്പൊ ഊമയല്ല. ചോദിച്ച എന്നിട്ട് ആക്കുന്ന ഓക്കോളായി. അടോണിയുടെ ബാഗ് എന്നിട്ട് അതിന് എന്റെ ക്യാമറ ഞാൻ പിടിക്കും. എടാ തുറക്ക് ക്ഷമയില്ല ഞാൻ.
എന്ത് കറുപ്പാട്ട് ഗൈസ് കറുപ്പിനഴകെ ഓ വെളുപ്പിനഴകെ അറിയില്ല. ഗൈസ് വീട്ടിലെത്തി. ഹോം റീച്ച്ഡ് സേഫായിട്ട് എത്തി. ഇവിടെ പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോ ഒരു ആശ്വാസം അല്ലേ അല്ലേ? ശരി, ഇന്നത്തെ പാട്ട് ഏതാന്ന് പറ. ഇന്നത്തെ പാട്ടാ? എന്നാ പാട്ട് പാടും? അത് വേണം പിള്ളേർക്ക് ഇതാവും. നാരങ്ങ 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 പാലാ. വേറെന്താ? നല്ല സുഖം. ഡെയിലി തോട്ട് അല്ലെങ്കിൽ ആദ്യം പറയാം. കിട്ടിപ്പോയി പറ. അതായത് നിങ്ങളുടെ മനസ്സിൽ കുറേ ഐഡിയാസ് ഉണ്ടാവുമല്ലോ. ഐഡിയാസും എക്സിക്യൂഷൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് നിങ്ങൾ എത്രത്തോളം ചുരുക്കുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാവും. ഓക്കെ, പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ ഉള്ളിൽ ചിന്തിക്കുകയാണ് എനിക്ക് ബോഡി സെറ്റാക്കണം, ജിമ്മിൽ പോകാൻ തുടങ്ങണം, അത് ഇത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് അത് ചിന്തിച്ച് ഒരു 1, 2, 3, 4 മാസം കഴിഞ്ഞിട്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാവില്ല. നേരെ മറിച്ച് ആ ഒരു ഗ്യാപ്പ് ചുരുക്കി നിങ്ങൾക്ക് ജിമ്മിൽ പോകണം, നാളെ തൊട്ട് നിങ്ങൾ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു 5-6 മാസം കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് റിസൾട്ട് വന്നു തുടങ്ങും. അതുകൊണ്ട് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞ സാധനം പെട്ടെന്നാക്കുക. എക്സിക്യൂഷനും നിങ്ങളുടെ ഐഡിയയും എക്സിക്യൂഷനും തമ്മിലുള്ള ഗ്യാപ്പ് കുറക്കുക. അപ്പോൾ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് ഇന്നത്തെ ഡെയിലി തോട്ട്. ഇന്നത്തെ ഡെയിലി പാട്ട്. ഇനി പാട്ടല്ലേ? പാട്ടാണ് ഇപ്പൊ കിട്ടാത്ത കേട്ടോ. ശരി, പാട്ട് എത്രയുണ്ട് അറിയാം? എനിക്ക് സിനിമ പാട്ട്. പിണക്കമാണോ എന്നോടിണക്കമാണോ അടുത്തു വന്നാല് പിന്നെ ശരിയാവില്ല. അല്ലാതെ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് പഴന്തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ വഴിയൊരു തന്തുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമയങ്ങി സരസസുന്ദരി മണി നീ അലസമായി ഉറങ്ങിയോ കനവു നെയ്തൊരാത്മരാഗം മിഴികളിൽ വിരലിൽ നിന്നും വഴുതി വീണു അലസമായൊരാതി താളം. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു, വൈബാക്കി ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നാളെ കാണാം അല്ലേ? ശരി, നാളെ കാണുന്നില്ല, വേറൊന്നുമില്ല. ഉഷാറായിട്ടിരിക്കും. വയസ്സുകൊണ്ട് പിള്ളേര് കച്ചറ പരിപാടിക്കൊന്നും പോവില്ല. അതാണ് പ്ലീസ് പറയുന്നുണ്ട്. ചെറിയൊരു അനൗൺസ്മെന്റ് ഉണ്ട്. Street.vc എന്ന് പറഞ്ഞാൽ കിടിലം പോലത്തെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അപ്പോൾ എല്ലാവരും പോയി ഫോളോ ആക്കുക. നിങ്ങൾ ഫോളോ ആക്കിയാൽ നിങ്ങൾക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ കിടിലം കണ്ടന്റ് കാണാൻ പറ്റും. ടോപ്പ് കണ്ടത്. പിന്നെ ഗൈസ് thevibezone.com ഷർട്ടിൻ്റെ thevibezone.com നിങ്ങൾ എന്ത് ഷർട്ട് പാൻറ്റ് എന്തെങ്കിലും ഓർഡർ ചെയ്താൽ നിങ്ങൾ ഓണം ഗിവ് അവേൻ്റെ ആവുന്നതായിരിക്കും. അപ്പം ഐഫോൺ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ വിൻ ചെയ്താൽ. അപ്പം അത്രയ്ക്ക് പറയുള്ളൂ.